രാഹുൽ ഈശ്വർ തുടക്കത്തിലേ പറഞ്ഞു ഈ രാഹുൽ മാങ്കൂട്ട വിഷയം അത് പരാതിക്കാർ രംഗത്ത് വരണം, അല്ലെങ്കിൽ അത്തരത്തിൽ പരാതിയുള്ളവർ പോലീസിൽ പരാതി നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോ ജനങ്ങളടക്കം ചോദിക്കുകയാണ് ആരാണ് പരാതിക്കാർ എന്നുള്ള തരത്തിൽ. സത്യത്തിൽ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം മറ്റൊരു ഓൺലൈൻ മാധ്യമം വാർത്ത ചെയ്തിരുന്നു. ഇതിന് പിന്നിൽ CPM-ന്റെ ചില ഗൂഢാലോചനകൾ ഉണ്ട് എന്നൊക്കെ തരത്തിൽ. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ പൊതുനിരത്തിൽ അപഹാസ്യനാക്കാൻ നിർത്തിയതെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പൊതുവെ കോൺസ്പിറസി തിയറികളോ കോൺസ്പിറസിയോ പറയാത്ത ഒരാളാണ്. പക്ഷെ ധന്യാജിയുടെ കൂടെ അനുമതിയോടുകൂടി ഒരു സർക്കാസം, ഒരു വ്യംഗ്യം അല്ലെങ്കിൽ ഒരു ട്രോള് പറയാം. കേരള പോലീസ് ഗിന്നസ് റെക്കോർഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ലോകത്തിൽ ആദ്യമായി പരാതിക്കാരില്ലാതെ പരാതിക്കാരെ തെരഞ്ഞു പോയിട്ട് നടപടി അങ്ങോട്ട് വേണോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പോലീസ് പോയി. അതായത് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തു, സാധനം കയ്യിലുണ്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ അക്കരയിൽ നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസനും പോകുന്നത് പോലെ നമ്മുടെ പോലീസുകാർ ഇറങ്ങി നടന്ന് പരാതി കയ്യിലുണ്ടോ, നടപടി ഞങ്ങൾ എടുക്കാം, നടപടി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കോഡ് ഭാഷ പറഞ്ഞ് ഇറങ്ങുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം റിനിയുടെയും പ്രതികരണങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പല മാധ്യമങ്ങളിലും വന്നു. ഇപ്പൊ ഓണമല്ലേ, ഞാനൊന്നും പറയുന്നില്ലെന്ന്. എന്താ ഓണമാണെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഇല്ലാതാകുമോ? ഓണമാണെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടൊന്നും ചെയ്യണ്ടേ? പറ്റിപ്പ് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവുമില്ല എന്ന് പച്ചയ്ക്ക് വ്യക്തമായ അവസ്ഥയിൽ മനഃപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കാൻ വേണ്ടി നടന്ന നാടകമാണെന്ന് തെളിയുന്ന അവസ്ഥയിൽ അവന്തികയുടെ നാടകം പൊളിഞ്ഞു, റിനിയുടെ നാടകം പൊളിഞ്ഞു. അങ്ങനെയുള്ള അവസ്ഥയിൽ ബോധപൂർവം ഏതെങ്കിലും രീതിയിൽ മോശമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും ചിത്രീകരിക്കാനും അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനും ഉള്ള നീക്കങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഓണത്തിനിടയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട ഗതി. ഒരു നിമിഷം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ഓണം ഉണ്ണാൻ ഏതെങ്കിലും വീട്ടിൽ പോകേണ്ടി വരുന്നതല്ലേ? ചെറിയ പ്രായത്തിലെ അച്ഛൻ മരിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പേ അച്ഛൻ മരിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അമ്മ ഇത്രയും ബുദ്ധിമുട്ടി വളർത്തിയതല്ലേ? അവർക്കൊരു ബന്ധുവിന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് 2020 റിനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അശ്ലീല മെസ്സേജ് അയച്ചു. തെളിവുണ്ടോ? തെളിവില്ല. അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടോ? സ്ക്രീൻഷോട്ട് ഇല്ല. എന്താ മെസ്സേജ്? എനിക്ക് പറയാൻ പറ്റില്ല. അത് പോലീസുകാർക്ക് കൊടുക്കുമോ? തൽക്കാലം ഞാൻ പോലീസുകാർക്ക് കൊടുക്കുന്നില്ല. എന്റെ വേറെ തെളിവൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് വലിയ അന്യായമാണ് ചെയ്തത്. പക്ഷെ നമ്മൾ പൊതുജനങ്ങൾ ഇറങ്ങി പ്രതിരോധിക്കണം. അത് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇഷ്ടം ഉണ്ടായിട്ടല്ല. നാളെ നമുക്ക് ആർക്കും എതിരെ ഇത് വരാം. ധന്യാജി ഒരു കാര്യം ഓർക്കണം, ധന്യാജി ഒരുപാട് കാലത്തെ മാഫിയ പ്രവർത്തനം പരിചയമുള്ള ഒരു വ്യക്തിയാണല്ലോ. പണ്ട് കോടതിയുടെ വിധി വന്നാൽ രാജിവെക്കണമായിരുന്നു, പിന്നീട് കോടതി പരാമർശം ഉണ്ടായാൽ രാജിവെക്കണം, പിന്നീട് കോടതിയിൽ കേസ് വന്നാൽ രാജിവെക്കണം, പിന്നീട് പോലീസുകാർ അന്വേഷിക്കുകയാണെങ്കിൽ രാജിവെക്കണം, പിന്നീട് പോലീസിന്റെ അടുത്ത് പരാതി വന്നാൽ രാജിവെക്കണം. ഇപ്പം പരാതി പോലും വേണ്ട, ആരോപണം വന്നാൽ രാജിവെക്കണമെന്നായി. എന്തൊരു ഗതികേടിലേക്കാണ് ഈ നാട് പോകുന്നത്. അതിന്റെ തീവ്രത, അതിന്റെ ഭയാനകത നമ്മൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ഒരു ചാനലാണ് ഇതിന്റെയൊക്കെ പിന്നിൽ, അല്ലെങ്കിൽ ഒരു ചാനലിന്റെ അജണ്ടയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോ കോൺഗ്രസുകാർ പല ചാനലുകളുടെയും ഓഫീസിൽ കയറി എന്താ പറയുക പ്രതിഷേധമൊക്കെ അറിയിച്ച് രംഗത്തെത്തുന്നുണ്ട്. ആ ചാനലിൽ നിന്ന് പോയ ഒരു സ്ത്രീ തനിക്ക് ആ ചാനലിലുണ്ടായ അനുഭവത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. എന്നിട്ട് ആ ചാനൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല എന്ന് പറയുന്നു. ആ ചാനലിന് എങ്ങനെയാണ് മറ്റ് സ്ത്രീകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ വിമർശനമാണ് ഉയരുന്നത്. അത്തരത്തിൽ ഈ ചാനലുകളുടെ എന്തെങ്കിലും അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു? എനിക്ക് അറിയില്ല. ഞാൻ വളഞ്ഞു കെട്ടി പറയുന്ന വ്യക്തിയല്ല, നേരെ തന്നെ പറയുന്ന വ്യക്തിയാണ്. ഇതിന്റെ പേരിൽ ഡോക്ടർ അരുൺകുമാർ എന്ന പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകന്റെ വ്യാജ പോക്സോ കേസ് എടുത്തല്ല നമ്മൾ പോരാടേണ്ടത്. തിന്മയെ തിന്മ കൊണ്ടല്ല നേരിടേണ്ടത്, തിന്മയെ നന്മ കൊണ്ടാണ്. അരുൺകുമാറിനെതിരെ വന്നതും ഇതേപോലെ ഇതിനേക്കാളും ബുദ്ധിശൂന്യമായ, അതായത് അരുൺകുമാർ നേരിട്ട് കണ്ടിട്ട് പോലുമില്ലാത്തൊരു പെൺകുട്ടിയുടെ പേരിലുള്ള വ്യാജ പോക്സോ കേസാണ് വന്നത്. അതും കള്ളമാണ്. അതിനർത്ഥം ഇപ്പോ അരുൺകുമാറിനെ കരിവാരത്തേക്കാൻ നീ പോക്സോ കേസിലെ പ്രതിയല്ലേടാ എന്ന് ചോദിക്കുകയല്ല. കള്ളത്തെ കള്ളം കൊണ്ടല്ല, കള്ളത്തെ സത്യം കൊണ്ടാണ്. തിന്മയെ തിന്മ കൊണ്ടല്ല, തിന്മയെ നന്മ കൊണ്ടാണ് എതിർക്കേണ്ടത്. അതുകൊണ്ട് അരുൺകുമാറിന്റെ ഈ നിലപാടിനോട് എനിക്ക് 100% വിയോജിപ്പാണ്. അരുൺകുമാർ എന്ന വ്യക്തിയെ ബഹുമാനമാണ്. ഞാൻ അരുൺകുമാറിന്റെ നിലപാടിനെ ശക്തമായിട്ട് എതിർക്കും, കിട്ടുന്ന അവസരങ്ങളിൽ അതിശക്തമായി തർക്കിക്കും. അരുൺകുമാറിന്റെ നിലപാട് പൊട്ടത്തെറ്റാന്ന് പറയും. പക്ഷെ അരുൺകുമാർ എന്ന് പറയുന്ന മുതിർന്ന കഴിവുള്ള പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിനെതിരെ വ്യാജ പോക്സോ കേസ് ഉണ്ട് എന്ന് പറഞ്ഞല്ല ഞാൻ വാദിക്കാൻ പോകുന്നത്. അതിന്റെ കാര്യം എന്താ അറിയാമോ? ഇങ്ങനെ കേസ് എടുത്തിടുന്നത്
നാളെ നമ്മളൊരു വാദഗതി പറയുമ്പോൾ അതിനെ ഡീലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം മുമ്പോട്ട് പറയുമ്പോൾ നീ വേണ്ട പോക്സോ കേസിൽ പ്രതിയല്ലേടാ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. അരുൺകുമാറിനെതിരെയുള്ള കേസും വ്യാജമാണ്, BJPയിലെ കൃഷ്ണകുമാർജിക്കെതിരെയുള്ള കേസും വ്യാജമാണ്. അത് ചുമ്മാ ബ്ലാങ്കറ്റ് ആയിട്ട് പറയുന്നതല്ല. അവർക്ക് ഡീൽ ചെയ്ത് അഡ്വക്കേറ്റിനോടൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു. അത് രണ്ട് സഹോദരിമാർ തമ്മിലുള്ള സ്വത്ത് പ്രശ്നമാണ്. ആ സ്വത്ത് പ്രശ്നത്തിന് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി അവർ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. ഇങ്ങനെ തന്നെയാണ് കുട്ടിക്കൽ ജയേന്ദ്രന്റെ കേസിൽ. കുട്ടിക്കൽ ജയേന്ദ്രൻ 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. അതായത് സഹോദരിമാരുടെ ഇടക്കുള്ള പ്രശ്നത്തിൽ പെട്ടുപോകുന്നതാണ്. ഇത് നമുക്ക് അവസാനിപ്പിക്കണ്ടേ? നമുക്ക് അവസാനിപ്പിക്കണമെങ്കിൽ അവനെതിരെ ഒരു സ്ത്രീ വ്യാജ പരാതി കൊടുത്തു. എന്നാൽ നമ്മുടെ ഇടയിലുള്ള സ്ത്രീയെ കൊണ്ട് മറ്റവനെതിരെ വ്യാജ പരാതി കൊടുക്കാതെ പറയുന്നതല്ല. നമ്മൾ എല്ലാ പുരുഷന്മാരും റിസ്കിലാണ്. ഈ റിസ്ക് നിങ്ങൾ മനസ്സിലാക്കണം. ആലോചിച്ച് നോക്കുക, അരുൺകുമാറിനെ പോലെ ശക്തനായ ഒരു മാധ്യമപ്രവർത്തകനും രാഹുൽ മാങ്കോട്ടത്തിനെ പോലെ ഒരു ഭാവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് പോസിബിലിറ്റി ഉള്ള വ്യക്തിക്കും ഉമ്മൻചാണ്ടി സാറിനും ഒക്കെ നീതി കിട്ടിയില്ലെങ്കിൽ നമുക്കൊക്കെ എന്തെങ്കിലും കിട്ടുമോ? ഇവരുടെ കാര്യമായതുകൊണ്ട് നമ്മൾ 4 ആൾ സംസാരിക്കുന്നു, TV ചർച്ച വരുന്നു, സോഷ്യൽ മീഡിയ വരുന്നു. സാധാരണ ആണുങ്ങളാണെങ്കിൽ എരിഞ്ഞടങ്ങും. ആരും അറിയത്തുപോലുമില്ല, ആരും പറയത്തുപോലുമില്ല. ഒരു കാര്യം കൂടെ, ഇത് എന്നോട് പറയരുതെന്ന് ഇതിന്റെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെയും കൂടെ അദ്ദേഹത്തെ കണ്ടു, ശ്രീ വിജയബാബു എന്റെ ഒരു ഹീറോ ആണ്. വിജയബാബു എന്നോടൊക്കെ പറയാണ്, ഞാൻ എല്ലാ വേദിയിലും വിജയബാബു പോരാടി ജയിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ വിജയബാബു എന്നെ വിളിച്ചു പറഞ്ഞു, രാഹുൽ കഴിയുമെങ്കിൽ എന്റെ കാര്യം പറയണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ ഭയങ്കര ഹീറോ ആയിട്ടല്ലേ പറയുന്നത്. പുള്ളി പറഞ്ഞതിന്റെ വേദന എനിക്ക് ഇന്നും ഉണ്ട്. പുള്ളി പറയാണ്, അത് കേൾക്കുമ്പോൾ ജീവിതത്തിൽ വല്ലാത്തൊരു ട്രോമ എനിക്കുണ്ടാവും. എന്റെ ജീവിതത്തിലെ ഏറ്റവും ഡാർക്ക് എപ്പിസോഡുകളും എന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനയാണ്. ഞാൻ ജയിച്ചു കാണും, പക്ഷെ എന്നാൽ പോലും അത് കേൾക്കുമ്പോൾ എനിക്ക് വേദനയും വിഷമവുമാണ്. ഒരാണിനെ ജീവിതകാലം മുഴുവൻ അവൻ സമ്പാദിച്ച ബഹുമാനം, കാശ്, കുടുംബ ബന്ധങ്ങൾ എല്ലാത്തിനെ ഇട്ട് ചവിട്ടി തേച്ചരിച്ചതിന് ശേഷം, അതിനുശേഷം അവന്റെ ജീവിതത്തെ ഇല്ലാതാക്കിയതിനു ശേഷം ഇവർക്കെല്ലാം ഗുണമേ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് കോൺസ്പിറസി ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് തെമ്മാടിത്തരമാണ് നടക്കുന്നത്. ആ തെമ്മാടിത്തരത്തെ തടയാൻ നമ്മൾ ഓരോ മലയാളിയും വേണം. അതിൽ കോൺഗ്രസും വേണം, BJPയും വേണം, CPM വേണം. ഇനി ഒരു കാര്യം കൂടി, ഇത് കേൾക്കുന്ന കോൺഗ്രസ്സുകാരോടാണ്, നിങ്ങളുടെ മറുവാദം മുകേഷിന് മറ്റേ കേസില്ലേടാ എന്നല്ല. മുകേഷിനെതിരെയുള്ള കേസ് കള്ളക്കേസാണ്. കോടതികളിലടക്കം മുകേഷിന്റെ തെളിവ് സമർപ്പിച്ചു. ശ്രീ സുരേഷ് ഗോപി തോളിൽ തൊട്ടത് ഒരു സെക്ഷൽ ഇന്റൻഷൻ കൂടിയല്ല. 10-12 ക്യാമറകളുടെ ഫ്രണ്ട് വെച്ചാണോ അങ്ങനെ ചെയ്യുന്നത്? ഇതെല്ലാം കള്ളക്കേസാണ്. ആ കള്ളക്കേസുകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടതിന് പകരം നിനക്കും കള്ളക്കേസുണ്ട് എനിക്കും കള്ളക്കേസുണ്ടെന്ന് പറയരുത്. ഈ വോയിസ് ക്ലിപ്പ് അടക്കം രംഗത്ത് വന്നുകൊണ്ടാണ് പലരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴും തിരിയുന്നത്. രാജി വേണം, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പലരും രംഗത്ത് വരുന്നുണ്ട്. രാഹുലിന്റെ പഴയ ചാറ്റുകൾ പരിശോധിക്കണം, ഫോണുകൾ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു പരാതിക്കാരി ഇല്ലാത്ത ഒരു കേസിൽ പോലീസ് ഇത്ര അവയർനെസ്, അല്ലെങ്കിൽ പോലീസ് ഇത്രത്തോളം അതിലൊരു കൂടുതൽ ഇത് കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ഒന്നുമില്ല. മുഖ്യമന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ, അത് മുഖ്യമന്ത്രിയെ പോലെ വലിയൊരു മനുഷ്യൻ, അതായത് ഇത്രയും മുതിർന്ന നേതാവ്, അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായ ബഹുമാനമാണ്. പക്ഷെ അദ്ദേഹമൊക്കെ ഈ സ്കോർ ചെയ്യാൻ വേണ്ടി സംസാരിക്കരുത്. ഇന്നലെ മുഖ്യമന്ത്രി പറയുകയാണ്, കൊല്ലും എന്ന് വരെ പറയുന്ന ക്രിമിനൽ മനസ്ഥിതിയാണ്. അത് കേട്ടാൽ ആർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുട്ടിയോട് പറയുകയാണ്, എനിക്ക് എന്റെ തല പൊളിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ആ കുട്ടി പറയുന്നു, എന്തിനാ കാണുന്നത്? എനിക്കറിയാം നീ എന്തിനാ എന്നെ കാണുന്നതെന്ന്. എന്നിട്ട് പറയുന്നത് എന്നെ കൊല്ലാനല്ലേ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാണ്, നീ എന്തായി പറയുന്നത്? സിനിമാ കഥ പറയുകയാണോ? എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ തിരിച്ച് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര നേരം എടുക്കും? അതിനെയാണ് കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആ വാക്കിൽ പിടിച്ച് പുതിയ നറേറ്റീവ് ഉണ്ടാക്കുന്നത്. എന്തൊരു ദ്രോഹമാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞില്ല ഇനി പോലീസുകാർക്ക് കേസ് എടുക്കാതിരിക്കാൻ പറ്റൂ. അതുകൊണ്ട് പോലീസുകാരിപ്പോ സ്വമേധയാ കേസെടുത്ത് സ്റ്റോക്കിംഗ് ആണെന്ന് തോന്നുന്നു ഇട്ടിരിക്കുന്നത്. അതായത് പോലീസ് ഇത്തരം കേസുകൾ എടുക്കാൻ കഴിയുന്നത് മറ്റേ സ്റ്റോക്കിംഗ് 374 ആണെന്ന് തോന്നുന്നു. ഏതോ ഒരു വകുപ്പില് BOCO DO എന്തോ പോലീസിന് വേണമെങ്കിൽ ഇല്ല. ചാറ്റിംഗ് എന്നുള്ളത് സ്റ്റോക്കിംഗ് എന്നുള്ളത് രണ്ടും ഒന്നല്ലല്ലോ. ഈ നാട്ടിൽ നട്ടുച്ചയ്ക്ക് നടക്കുന്നത് കടുത്ത അനീതികളാണ്. ഇതിനെ പ്രതിരോധിക്കണം. നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നാലും, കൃഷ്ണകുമാർ ജിക്കെതിരെ വന്നാലും, ഇനി വേറെ ഏതെങ്കിലും ഒരു ജിക്കെതിരെ വന്നാലും നമ്മൾ അതിനെ പ്രതിരോധിക്കണം.